വിജിലൻസ് റെയ്ഡിന് മുൻപ് തന്നെ കെ ബാബുവിന്റെയും ഭാര്യയുടെയും ബാങ്ക് ലോക്കറുകൾ കാലിയാക്കിയെന്ന സംശയം. ബാങ്കുകളോട് അന്വേഷണ സംഘം സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. തൃപ്പൂണിത്തുറ SBT SBI ശാഖകളിലെ സിസിടിവി ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബാങ്ക് ലോക്കറുകളുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ മാസം 3-ന് SBTയുടെ വടക്കേക്കോട്ട ശാഖയിലും SBTയുടെ സ്റ്റാച്യു ജംഗ്ഷനുള്ള ശാഖയിലും SBIയുടെ വടക്കേക്കോട്ട ജംഗ്ഷനുള്ള ശാഖയിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. അന്ന് തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നതാണ്. പക്ഷേ ഒന്നും പരിശോധനയിൽ ഈ ലോക്കറുകളിൽ, ബാബുവിൻ്റെ പേരിലുള്ള ലോക്കറുകളിൽ നിന്ന് കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഈ ലോക്കറുകളിൽ നിന്ന് ചില സാധനങ്ങൾ അല്ലെങ്കിൽ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടാകും എന്ന നിഗമനത്തിൽ വിജിലൻസ് എത്തിയത്. ഇതിനെ തുടർന്ന് ബാങ്കിലെ ലോക്കർ സംബന്ധിച്ച രേഖകൾ വിജിലൻസ് പരിശോധിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ മാസം 8-ന് ഈ ലോക്കറുകൾ തുറന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി. ബാങ്കുകളുടെ ലോക്കറുകളുടെ ഒരു വ്യവസ്ഥ പ്രകാരം എന്താണ് ബാങ്കുകളുടെ ലോക്കറുകളിൽ സൂക്ഷിക്കുന്നതെന്ന് ഇടപാടുകാർക്കല്ലാതെ ബാങ്കുകാർക്കറിയാൻ നിവൃത്തിയില്ല. ലോക്കർ തുറക്കുന്നത് സംബന്ധിച്ച് രേഖ മാത്രമേ ബാങ്കിലുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് അതിൽ നിന്നും മാറ്റിയത് എന്ന് ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാവില്ല. ഈ സാഹചര്യത്തിലാണ് CCTV ദൃശ്യങ്ങളുടെ സഹായം തേടാൻ വിജിലൻസ് അധികൃതർ തീരുമാനിച്ചത്. ഈ ഓഗസ്റ്റ് 8-ന് ഈ പറയുന്ന ലോക്കർ തുറന്നു എന്ന് പറയുന്ന ദിവസത്തെ ബാങ്കിനുള്ളിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ബാങ്ക് അധികൃതരോട് വിജിലൻസ് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജിലൻസിൻ്റെ ഒരു പ്രതീക്ഷ ഈ ദിവസങ്ങൾ ഈ പ്രസ്തുത ദിവസം എന്താണ് ലോക്കറിൽ നിന്ന് ബാബു മാറ്റിയത് എന്നത് സംബന്ധിച്ച ഒരു സൂചനയെങ്കിലും ഇത്തരം CCTV ഫുട്ടേജുകൾ പരിശോധിക്കുന്ന വഴി ലഭ്യമാകും എന്ന പ്രതീക്ഷയാണ് വിജിലൻസിനുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 6 മാസത്തിനിടെ 1-2 തവണ കൂടി ഈ ബാങ്കിൽ ലോക്കറുകൾ തുറന്നിട്ടുണ്ട്. ആ ദിവസങ്ങളിലെ ഫുട്ടേജും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, ബാബു മന്ത്രി സ്ഥാനം ഒഴിയുന്നതിന് മുൻപ്, കഴിഞ്ഞ സർക്കാർ രാജിവെച്ചൊഴിയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തിന് ശേഷം നിരവധി തവണ ബാങ്ക് ലോക്കറുകൾ തുറന്നിട്ടുണ്ടെന്നും ഈ ലോക്കറുകളിൽ നിന്ന് അവയിൽ സൂക്ഷിച്ചിരുന്നവ, അതായത് എന്താണെങ്കിലും അവ മാറ്റിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് വിജിലൻസ്. അതുകൊണ്ട് തന്നെ ഇതറിയാൻ, ലോക്കറിൽ നിന്ന് എന്താണ് മാറ്റിയതെന്നറിയാൻ ഏക വഴി ബാങ്കിനുള്ളിലെ ഈ ലോക്കർ പരിസരത്തെ CCTV ഫുട്ടേജുകൾ പരിശോധിക്കുക മാത്രമാണ് വിജിലൻസിന് മുമ്പിലുള്ള പോംവഴി. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് രേഖാമൂലം തന്നെ നൽകിയിരിക്കുന്നത്. ഏതായാലും 2 ദിവസത്തിനകം തന്നെ ഈ ഫുട്ടേജുകൾ ലഭ്യമാക്കുമെന്നാണ് ബാങ്ക് അധികൃതർ അനൗദ്യോഗികമായി നമ്മോട് പറഞ്ഞത്. കാരണം വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഹകരിക്കണം എന്ന നിലപാട് തന്നെയാണ് ബാങ്ക് അധികൃതർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫുട്ടേജുകൾ ലഭ്യമാക്കും എന്ന് തന്നെയാണ് ബാങ്ക് അധികൃതരുടെയും നിലപാട്. സാലി, ഈ ബാബുവിന്റെ ബിനാമിയുടെയും ഒപ്പം തന്നെ മക്കളുടെയും ഒക്കെ ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ച് ഇത്തരത്തിൽ നിരവധിയായ രേഖകളും ആഭരണങ്ങളും ഒക്കെ പിടിച്ചെടുത്ത റിപ്പോർട്ടുകൾ വന്നു. ആ ഒരു സാഹചര്യത്തിൽ ബാബുവിന്റെ ബാങ്ക് ലോക്കറിലും ഇത്തരത്തിൽ രേഖകൾ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണോ വിജിലൻസ്? എല്ലാ തരത്തിലും പഴുതുകൾ അടച്ച് ബാബുവിനെതിരെ ഒരു അന്വേഷണത്തിൽ നീങ്ങുക എന്ന ഒരു രീതിയിൽ തന്നെയാണോ വിജിലൻസ് മുന്നേറുന്നത്? ബാബുവിൻ്റെ ലോക്കറിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടാകും എന്ന നിഗമനം വിജിലൻസിനുണ്ടായിരുന്നു. നമുക്കറിയാം, അതിൻ്റെ ഈ ബാബുവിൻ്റെ ലോക്കർ പരിശോധിക്കുന്ന സെപ്റ്റംബർ 3-ന് മുമ്പുള്ള 2 ദിവസങ്ങളിൽ ബാബുവിൻ്റെ 2 മക്കളുടെ, മൂത്ത മകളുടെയും ഇളയ മകളുടെയും പേരിലുള്ള 4 ലോക്കറുകൾ, അത് 2 ഒന്ന് പാലാരിവട്ടത്തും ഒന്ന് വെണ്ണലയിലും 2 ലോക്കറുകൾ തൊടുപുഴയിൽ ആയിരുന്നു. ഈ 4 ലോക്കറുകളിൽ നിന്നും സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളും ചില രേഖകളും വിജിലൻസ് ലഭിച്ചിരുന്നു. സ്വാഭാവികമായും ബാബുവിൻ്റെ പേരുള്ള ലോക്കറുകളിലും ഇത്തരം എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടാകും എന്ന നിഗമനം സ്വാഭാവികമായി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, അന്ന് പരിശോധന പൂർത്തിയായ ഉടൻ വിജിലൻസ് അധികൃതർ പറഞ്ഞത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഏതാണ്ട് കാലിയായിരുന്നു ഈ 2 ലോക്കറുകളും എന്നാണ്. വെറുതെ കാലിയായി സൂക്ഷിക്കാൻ എന്തിനു വേണ്ടി ഒരു ലോക്കർ ബാബു സ്വന്തം പേരിൽ ബാങ്കിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായൊരു സംശയമാണ്. ആ സംശയത്തിൽ നിന്നാണ് കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്ന നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ബാബുവിൻ്റെ ലോക്കറുകളിൽ നിന്ന് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നറിയാൻ ഏക പോംവഴി ആ ലോക്കർ തുറക്കുന്ന സമയത്ത് ബാബു ഏർപ്പെടുത്തിയ ഒരാൾ തുറക്കുന്ന സമയത്ത് എന്താണ് കൈവശം ലോക്കറിൽ നിന്ന് കൊണ്ടുപോയത് എന്ന് അറിയുക മാത്രമാണ്. അതിന് ദൃശ്യങ്ങൾ മാത്രമാണ് ഏക പോംവഴി.
ഒപ്പം തന്നെ ബാബുവിൻ്റെ ബിനാമികളുടെ ലോക്കറുകളും ഒപ്പം വീടും ഒക്കെ പരിശോധന നടത്തിയിരുന്നു. അതിൽ നിർണായകമായ ഒട്ടനവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ആ രേഖകളെ ബാബുവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് വിഭാഗം. അതിൻ്റെ ഭാഗമായി ഈ റെയ്ഡുകളിലെല്ലാം പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുകയാണ്. അത് ഒരു 3-4 ദിവസം കൂടി ആ പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് വിജിലൻസ് ഇപ്പോൾ പറയുന്നത്. സാലി, കെ ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള പഴുതടച്ച ഒരു അന്വേഷണത്തിലേക്ക് വിജിലൻസ് നീങ്ങുന്നത്? തീർച്ചയായും ബാബുവിനെ സംബന്ധിച്ചുള്ള രേഖകളും തെളിവുകളും പൂർണ്ണമായി ശേഖരിച്ചു കഴിഞ്ഞാൽ ആദ്യപടി ബാബുവിൻ്റെ ബിനാമികൾ എന്ന് വിജിലൻസ് കണ്ടെത്തിയ രണ്ടുപേരുടെയും ബാബുറാമിൻ്റെയും മനോഹരനെയും ചോദ്യം ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിനുശേഷം ഉടൻ തന്നെ ബാബുവിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കും. അതിനു മുന്നോടിയായി ഈ രേഖകൾ എല്ലാം പരിശോധിച്ച് ഒരു പഴുതുമില്ലാതെ, ഒരു പരാതിയുമില്ലാത്ത തരത്തിൽ ഈ തെളിവുകൾ ശേഖരിക്കുക എന്ന കടമയാണ് വിജിലൻസിനുള്ളത്. കാരണം ബാബുവിനെ ഏതെങ്കിലും തരത്തിൽ അല്ലാതെ കാര്യമായ തെളിവുകൾ ലഭ്യമാകാതെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയാൽ അത് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കാരണമാകും എന്ന് വിജിലൻസിനും സർക്കാരിനും അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഒരു മുൻധാരണയോടുകൂടിയുള്ള നടപടികളും വേണ്ട. എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം എല്ലാ തെളിവുകളും നിയമ സംവിധാനത്തിന് മുന്നിൽ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. എങ്കിലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ രേഖകളുടെ പരിശോധന പൂർത്തിയാകും. വിജിലൻസിന് ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായ അടിസ്ഥാന രേഖകൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി നൽകുന്ന വിവരം. പക്ഷേ പഴുതുകളടച്ചുള്ള ഒരു അന്വേഷണമാണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാകാൻ ഒരാഴ്ചയെങ്കിലും പിടിക്കും. അതിനുശേഷം ബാബുവിനെയും ബാബുവിൻ്റെ ബിനാമികളെ ഉൾപ്പെടെയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വിജിലൻസ് റെയ്ഡിന് മുൻപ് തന്നെ കെ ബാബുവിന്റെയും ഭാര്യയുടെയും ബാങ്ക് ലോക്കറുകൾ കാലിയാക്കിയെന്ന സംശയം. അതുകൊണ്ട് തന്നെ ബാങ്കുകളോട് അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ SBT, SBI ശാഖകളിലെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്.